ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംഗ്ലീഷിൽ ആദ്യ സ്റ്റെപ്പ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും മനസ്സിലാകുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മലയാളത്തിലേതുപോലെ തന്നെ ഇംഗ്ലീഷിലും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. ഇംഗ്ലീഷിൽ സ്വരാക്ഷരങ്ങളെ വവൽസ് എന്നും വ്യഞ്ജനാക്ഷരങ്ങളെ കോൺസണൻസ് എന്നും പറയുന്നു. സ്വരാക്ഷരങ്ങളാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ എഴുതിയ ലെറ്റേഴ്സ്, ബാക്കിയുള്ളവ വ്യഞ്ജനാക്ഷരങ്ങളും. ഇംഗ്ലീഷിലെ ഓരോ ലെറ്ററിനും മലയാളത്തിൽ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. എ എന്നുള്ളതിന് ആ എന്നും ബി എന്നുള്ളതിന് ബ് എന്നുമാണ്. ഇതേപോലെ ഓരോ ലെറ്ററിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള മലയാളം പ്രൊനൗൺസിയേഷൻ ഉണ്ട്. എ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ എ എന്നുള്ള മലയാളം ലെറ്റർ തന്നെയാണ് നമ്മൾ മനസ്സിൽ വരിക. പക്ഷേ എ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആ എന്നതാണ്. അതിന് എക്സാമ്പിളാണ് ആപ്പിൾ. നമ്മൾ ഒരിക്കലും ഏപ്പിൾ എന്ന് പറയാറില്ല, ആപ്പിൾ എന്നാണ് പറയുക. ആപ്പിൾ, ആൻഡ്, അറ്റ് അങ്ങനെയൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ ഓരോ ലെറ്ററിനും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് ആണ് ലെറ്റേഴ്സിനെ വിളിക്കുന്നത്. എ മുതൽ കെ വരെയുള്ള ലെറ്റേഴ്സിൻ്റെ അവയുടെ മലയാളം പ്രൊനൗൺസിയേഷൻ വരുന്ന വാക്കുകൾ ഞാൻ കാണിച്ചു തരാം. എ എന്നുള്ളതിനാണ് ഫസ്റ്റ്. ആപ്പിൾ, ആൻഡ്, അറ്റ് ഇതെല്ലാം തുടങ്ങുന്നത് ആ എന്നുള്ള ലെറ്ററിലാണ്. അതുപോലെ തന്നെ ബിയുടേത് ബാഗ്, ബുക്ക്, ബോയ്. സി, ക്യാറ്റ്, കട്ട്, ക്യൂട്ട്. ജിയുടേത് ഗുഡ്, ഗ്രാൻഡ് ഫാദർ, ഗെയിം. എച്ചിൻ്റേത് ഹാർഡ്, ഹാൻഡ്, ഹഗ്. ഐയുടേത് ഈസ്, ഇൻ, ഇറ്റ്. ജെയുടേത് ജംപ്, ജോയ്, ജോയിൻ. കെയുടേത് കിങ്, കിരൺ, കൈൻഡ്. ഇവയുടെ എല്ലാം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അവയുടെ മലയാളം പ്രൊനൗൺസിയേഷനിലുള്ള ലെറ്റർ ആയിട്ടുള്ള എയുടേത് ആ എന്നും ബിയുടേത് ബ് എന്നും സിയുടേത് ക്, സ് എന്നുള്ളതും ഡിയുടേത് ഡ് എന്നുള്ളതും ഇയുടെ എ എന്നും എഫിൻ്റെ എഫ് എന്നുള്ളതും ജിയുടെ ഗ എന്നുള്ളതും എച്ചിൻ്റെ ഹ് എന്നുള്ളതും ഐൻ്റെ ഇ എന്നും ജെയുടെ ജ് എന്നും കെയുടെ ക് എന്നുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് എ മുതൽ കെ വരെയുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷനും അതിൻ്റെ എക്സാമ്പിളുമാണ് കാണിച്ചത്. ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ എക്സാമ്പിളും പ്രൊനൗൺസിയേഷനും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.